നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്ലീറ്റ്സിനെ കുറിച്ചാണ്. രണ്ട് തരം പ്ലീറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി രണ്ട് തരം പ്ലീറ്റ്സ് കൂടെ പഠിക്കാം. അതായത് ഒന്ന് ബോക്സ് പ്ലീറ്റ്സും പിന്നെ ജനറേറ്റഡ് പ്ലീറ്റ്സും. ബോക്സ് പ്ലീറ്റും ജനറേറ്റഡ് പ്ലീറ്റ്സും നമുക്ക് യൂണിഫോമിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ സമയമല്ലേ, അപ്പോൾ അതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഓരോ ചെയ്യുന്ന രീതി നല്ലോണം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി യൂണിഫോമിനായാലും നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യണം. അറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം പോയിൻറ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ ബേസിക് ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് തയ്യൽ ഒട്ടും അറിയാൻ വയ്യാത്തവർക്കും ഇപ്പം കുറച്ചൊക്കെ അറിയാം, കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തവർക്ക് അങ്ങനെ പ്രത്യേകമായ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ചെറിയൊരു പീസേ ഉള്ളൂ. അത് ആദ്യം മുതലുള്ള ക്ലാസ്സുകളാണ്. ചുരിദാർ, ബ്ലൗസ്, നൈറ്റി അത് വേറൊരു ക്ലാസ്സായിട്ട്. ഏത് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് താല്പര്യം പഠിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ, കുറച്ചൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ചുരിദാർ, ബ്ലൗസ്, നൈറ്റി അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് കുറച്ച് മെഷീൻ ചവിട്ടാനോ ഒക്കെ ഒന്നും അറിഞ്ഞുകൂടാ, എല്ലാ കാര്യങ്ങളും പഠിക്കണം, അങ്ങനെയും പഠിക്കണമെന്നുള്ളവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരിക. ചെറിയൊരു പൈസയേ ഉള്ളൂ, 500 രൂപ പൈസയേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ജനറേറ്റഡ് പ്ലീറ്റ്സ് തയ്ക്കാം. അപ്പം ഇതിപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ റഫായിട്ടൊരു തുണിയിൽ തയ്ച്ച് നോക്കിയിട്ട് വേണം യൂണിഫോമിലായാലും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി റഫായിട്ടൊരു തുണി ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീതിയിൽ നീളത്തിലൊരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 16 ഇഞ്ച് നീളത്തിലും 19 ഇഞ്ച് വീതിയിലും ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ജനറേറ്റഡ് പ്ലീറ്റ്സ് തയ്ക്കുമ്പോൾ ഇതിനെ എടുക്കുന്ന തുണിയുടെ സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ കറക്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ ചെറിയൊരു കട്ട് കൊടുത്താൽ ഇതിന് ഇങ്ങനെ ആകുമ്പോൾ ഈ നോച്ച് സെറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് സെൻറ്ററായി കിട്ടും. അപ്പോൾ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 1 ഇഞ്ച് വീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് മടക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, 1 ഇഞ്ച് അകത്തോട്ടും 1 ഇഞ്ച് പുറത്തോട്ടും ഇങ്ങനെ മടക്കുമ്പോൾ അതാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പം 1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക, പിന്നെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 1 ഇഞ്ചിനെ ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ അകത്താക്കി, കണ്ടോ? ആ 1 ഇഞ്ച് അകത്താക്കുമ്പോൾ കറക്റ്റ് ഒരേ വീതിയിൽ കിട്ടും, കറക്റ്റ് വീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് അവിടുന്ന് 1 ഇഞ്ച് അകത്തായി 1 ഇഞ്ച് പുറത്തും വന്നു. അപ്പോൾ 1 ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ച് കിട്ടി. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് വീണ്ടും 1 ഇഞ്ച് മടക്കണം. അപ്പുറത്തെടുത്തതുപോലെ തന്നെ വീണ്ടും 1 ഇഞ്ച്, 1 ഇഞ്ച് ഉള്ളിലും പോയിട്ട് 1 ഇഞ്ച് പുറത്തോട്ട് വരും. ഇപ്പം നമ്മുടെ ഒരേ വലുപ്പത്തിലുള്ള നമുക്ക് ഇതിനെടുത്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഇപ്പോൾ 1 ഇഞ്ച് ആയപ്പോൾ 2 ഇഞ്ചായി. അപ്പോൾ സെൻറ്റർ വന്നപ്പോൾ ഒരേ ഇഞ്ചിൽ വീതിയിൽ നമുക്ക് കിട്ടി. കണ്ട, ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ബോക്സ് പ്ലീറ്റുകളെ നടുക്ക് നമ്മൾ ചെയ്ത്. ഇനി നമുക്കിവിടെ സാധാ പ്ലീറ്റ്സ് തന്നെ കേട്ടോ. നമ്മൾ 1 ഇഞ്ചല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. വീണ്ടും 1 ഇഞ്ച് ഉള്ളിലോട്ട് പോക്കിയിട്ട്
1 ഇഞ്ച് ഈ സൈഡിലെടുക്കുക. വീണ്ടും 1 ഇഞ്ച് മടക്കുക. കണ്ടോ? അപ്പോൾ 1 ഇഞ്ച് വീതി, കറക്റ്റ് 1 ഇഞ്ച് വരെ, 1 ഇഞ്ച് ഉള്ളിൽ പോയി 1 ഇഞ്ച് പുറത്തോട്ട് വരും. കണ്ടോ? നടുക്ക് മാത്രം ബോക്സ് പ്ലീറ്റും സൈഡിൽ സാധാ പ്ലീറ്റ്സും. അതുപോലെ തന്നെ ഇപ്പുറത്തും ഇതേപോലെ. ഉണ്ടോ? ഇപ്പുറത്തും ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കണം. ഇതിനാണ് ജനറേറ്റഡ് പ്ലീറ്റ്സ് എന്ന് പറയും. നമ്മൾ യൂണിഫോമിലൊക്കെ ആകുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന പ്ലീറ്റ്സുകളാണ് കേട്ടോ. യൂണിഫോമിനെല്ലാം ഫ്രോക്കിലും എല്ലാത്തിലും ചെയ്യാം. ഇപ്പുറത്ത് നമുക്ക് ഇതേപോലെ ഈ സൈഡിൽ നമുക്ക് ബോക്സ് പ്ലീറ്റ് എടുത്തു, ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ സാധാ പ്ലീറ്റ്സ് എടുത്തു. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ തുണി കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മടക്കി വെച്ചേക്കുമല്ലേ, ഇനി നമുക്ക് പുറത്ത് ചെയ്തതുപോലെ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ 1 ഇഞ്ച് മടക്കി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങളിത് തിരിച്ച് വെക്കണം. തുണിയെ തിരിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഉണ്ടോ? എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ചെറിയൊരു പീസിൽ റഫായിട്ട് നിങ്ങൾ ചെയ്ത് കാണിച്ചു. ഇനി നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് വേണം പിന്നെ യൂണിഫോം തുണിയിലായാലും ഫ്രോക്കിലായിട്ടൊക്കെ തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഈ പ്ലീറ്റ്സ് പിടിച്ച് കറക്റ്റായിട്ട് ഒരേ വീതിയിൽ തേച്ച് കൊടുക്കണം. അയൺ ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലീറ്റ്സുകൾ മടങ്ങി ഒരേ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, സെൻറ്ററിൽ മാത്രം ബോക്സ് പ്ലീറ്റ് വന്നു, സൈഡിലെല്ലാം സാധാ പ്ലീറ്റ്സ് വന്നു കേട്ടോ. ഇതാണ് ജനറേറ്റഡ് പ്ലീറ്റ്സ്. ഇനി നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്യാം. അടുത്തത് ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേപോലെ വേറെ തുണി ഞാൻ എടുത്തു. ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ എത്ര ഇഞ്ച് വീതി വേണമെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഞാനിപ്പോൾ 1 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഒന്ന് അതും ഇതേപോലെ 1 ഇഞ്ച് വീതിയാകുമ്പോൾ 1 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി എടുക്കുന്നത് 1 ഇഞ്ച് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഉള്ളിലോട്ട് മടക്കി അത് വീണ്ടും 1 ഇഞ്ച് ഇങ്ങനെ മടക്കും. കാണുന്നില്ലേ? ഇതേപോലെ വരും. നമ്മൾ ഈ എടുത്ത വീതി ഇപ്പോൾ 1 ഇഞ്ചും ഇവിടുന്ന് 1 ഇഞ്ച് കൂടാകുമ്പോൾ 2 ഇഞ്ച് വരും. വീണ്ടും 1 ഇഞ്ച് മടക്കി ഉള്ളിലോട്ട് മടക്കി വീണ്ടും 1 ഇഞ്ച് ഇങ്ങോട്ട് മടക്കണം. കണ്ട? അതുപോലെ തന്നെ വീണ്ടും 1 ഇഞ്ച് ഇങ്ങനെ മടക്കി 1 ഇഞ്ച് ഇങ്ങനെ. ഇതൊക്കെ നമ്മൾ ബോക്സ് പ്ലീറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തുണിയെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ഓരോ പ്ലീറ്റ്സ് വെച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്ക് യൂണിഫോമിലൊക്കെ തയ്ക്കുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പ്ലീറ്റ്സുകൾ തമ്മിൽ ചെയ്തത് കണ്ടല്ലോ, ജനറേറ്റഡ് പ്ലീറ്റ്സ്. അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിൽ മാത്രം ബോക്സ് പ്ലീറ്റ് വന്ന് സൈഡിൽ സാധാ പ്ലീറ്റ്സ്, 2 സൈഡിൽ. യൂണിഫോമിലൊക്കെ തയ്ക്കാം, ഫ്രോക്കിൽ തയ്ക്കാം, ഗൗണിൽ, ഇപ്പോൾ എല്ലാ ഉടുപ്പിലും ഇപ്പോൾ ഇത് മോഡലാണ് ഇന്ന് തയ്ച്ചിടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറെ ബോക്സ് പ്ലീറ്റ് വെച്ചു. അത് നമുക്ക് കറക്റ്റായിട്ട് ഒരേ വലിപ്പത്തിൽ എത്ര ഇഞ്ച് വീതി എടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം എടുക്കുന്ന വീതി തന്നെ
രണ്ട് സൈഡിലും ഒരേ രീതിയിൽ മടക്കി കൊടുക്കണം. ഇത് നമുക്ക് യൂണിഫോമിലൊക്കെ തയ്ക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഓരോ പ്ലീറ്റ്സും എടുത്തതിന് ശേഷം അയൺ ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.